ഇപ്പോൾ മണ്ണുണ്ടി മേഖലയിൽ അവിടെ രാഹുൽ KV കൂടി ഉണ്ട്. നമ്മൾ രാഹുലിലേക്ക് കൂടി പോവുകയാണ്. രാഹുൽ, ആന സഞ്ചരിക്കുകയാണ്. ആന ഇപ്പോൾ ഇരുമ്പുപാലം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ മണ്ണുണ്ടി മേഖലയിൽ നിന്ന് കുറച്ചധികം ദൂരെയാണോ ഈ ഇരുമ്പ് പാലം എന്ന് പറയുന്ന സ്ഥലം? അങ്ങനെയാണ് എങ്കിൽ മണ്ണുണ്ടി മേഖലയിൽ ആ ജനവാസ മേഖലയിലുള്ളവരുടെ ആശങ്കയ്ക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസമായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സേതു, അതായത് മണ്ണുണ്ടിയിൽ നിന്ന് വളരെ അകലെയൊന്നുമല്ല ഇരുമ്പുപാലം എന്ന് പറയുന്നത്. അത് വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് ഇരുമ്പുപാലത്തേക്കായി ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ജനവാസ മേഖലയിലൂടെയല്ല ബേലൂർ മഖന ഇരുമ്പുപാലത്തേക്ക് മാറിയിട്ടുള്ളത് എന്നതാണ്. അതായത് ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആനയുടെ സിഗ്നൽ ലഭിച്ചിരുന്നത് മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെയാണ്. അവിടെ നിന്ന് ബാവലി റോഡിലേക്ക് ആനയെ തുരത്തി അവിടെ വെച്ച് മയക്കുവെടി വെക്കാനുള്ളൊരു ശ്രമമാണ് വനം വകുപ്പ് നടത്തിയിരുന്നത്. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. രാത്രിയിൽ ആന നീങ്ങിയിരിക്കുന്നത് ഇരുമ്പുപാലത്തേക്കാണ്. അതായത് മണ്ണുണ്ടി കോളനിയിൽ നിന്ന് വനത്തിലൂടെ തന്നെ ഇരുമ്പുപാലം മേഖലയിലേക്ക് പോയി എന്നതാണ്. അല്പസമയം മുമ്പാണ് ഈ മേഖലയിലൂടെയൊക്കെ വനം വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നൽകിയുള്ള വനം വകുപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് പോയത്. അതായത് അനൗൺസ്മെൻറ്റിൽ കൃത്യമായി പറയുകയാണ് ആനയെ ഇരുമ്പുപാലത്ത് വനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മേഖലയിലുള്ള ജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തായാലും ഒക്കെ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ആളുകൾ കൂടി ചേരുകയാണ്. ഇരുമ്പുപാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴെ, അതായത് ഇതിലെ പോവാണ് 15 മിനിറ്റ് മതി. ഇവിടെ ഈ കാട്ടിലൂടെ പോകുമ്പോൾ ഇതിലെ പോവാണെങ്കിൽ ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. റോഡിലൂടെ പോയാൽ 2 കിലോമീറ്റർ. അതെ, അല്ലാണ്ട് പിന്നെ ഇതിൽ അറിയാത്തവർ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ആന ഉണ്ടാവും. ഇവിടെ ആണ് സ്ഥിരം വരേണ്ട ആനൊക്കെ. കൂടുതൽ വരുന്നൊരു മേഖലയാണ്. മേഖല ഇക്കൊക്കെ വരില്ല, അവിടെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇരുമ്പാലം ഇങ്ങോട്ടാണ് വരും. ഇങ്ങോട്ട് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ പറഞ്ഞിട്ട് ആനയൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് അവിടെയും എല്ലായിടത്തും വരുന്ന. അവിടെയൊക്കെ കൊല്ലിയുണ്ട്, വെള്ളമുണ്ട്, പുഴയുണ്ട്. ഈ പുഴ അങ്ങോട്ട് പോകുന്ന ഇരുമ്പാലം പുഴയത് ആനയൊക്കെ സ്ഥിരമായിട്ട് വരുന്നതല്ലേ. അവിടെ ആനയെ സ്പോട്ട് ചെയ്താൽ തന്നെ ഒരു മയക്കുടി വെക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉള്ള സ്ഥലം പോലെ ആയിരിക്കുമോ? അത് ഉണ്ടാവില്ല, കാടല്ലേ. കാടായതുകൊണ്ട് പറയാൻ പറ്റില്ല. റോഡിന്റെ സൈഡിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള സൗകര്യം ഉണ്ടാവുമോ? റോഡിന്റെ മെയിൻ റോഡായിരിക്കും, വണ്ടികൾ ഇഷ്ടംപോലെ ഓടുന്ന സ്ഥലമാണ്. അപ്പോൾ സൗകര്യം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം നമ്മുടെ ഈ മണ്ണുണ്ടി കോളനിയിലെ ഇവിടെ സ്പോട്ട് ചെയ്ത സമയത്ത് ബാവലി റോഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ മയക്കുവെടി വെക്കാനായിരുന്നല്ലോ ശ്രമിച്ചിരുന്നത് വനം വകുപ്പ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സൗകര്യമുള്ള സ്ഥലമാണോ? ഇവിടെയും അതേപോലെ തന്നെയാണ്. ഫോറസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ഉൾക്കാട് കാട്ടുകൂടെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയാ, നിബിഡമായ വനമാണ്. അടഞ്ഞ കാടാ. ഒരു ഇത് സ്ഥലം കൃത്യമായിട്ട് കിട്ടൂല. വെള്ളവും ഭക്ഷണമൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന സ്ഥലം അല്ലേ? ഭക്ഷണം പറഞ്ഞ പുല്ലൊക്കെ ഉണങ്ങിയത് കൊണ്ട് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. വെള്ളമുണ്ട്, കൊല്ലിയൊക്കെ ഉണ്ട്, കുളമുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ എങ്ങനെ പെട്രോളിംഗ് ഒക്കെ വകുപ്പിന്റെ? അത് ഞാൻ വന്നിട്ടില്ലായിരുന്നു, രാത്രി വന്നിട്ടില്ലായിരുന്നു. പെട്രോളിംഗ് ഉണ്ടായിരുന്നല്ലേ? ഇവിടെ കുറച്ച് പേര്, അവിടെ കുറച്ച് പേര്, അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് ചോർന്നിട്ട് വീടുകൾക്കടുത്തേക്ക് ആന ഇറങ്ങുന്നത് തടയാൻ പരമാവധി ശ്രമം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 2-3 ദിവസമായി ഒരു വെനക്കെടുന്നുണ്ട്. ആന ഇറങ്ങിയിട്ട് 4 ദിവസം എങ്ങനെങ്കിലും ഇതിനൊന്ന് പിടിച്ചുകൊണ്ട് പോയാൽ മതി എന്നായിരിക്കുമല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കും. പിടിച്ചില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. ഇത് എവിടെയൊക്കെ സഞ്ചരിക്കുന്ന അറിയില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ വരിക. ശരി, എന്തായാലും ആന ഇരുമ്പുപാലം മേഖലയിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, നമ്മുടെ ഫെലിക്സും അരുണും ഒക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. കാരണം ഈ വനത്തിൻ്റെ ഭൂപ്രകൃതി, അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നതൊക്കെയാണ് വലിയ വെല്ലുവിളിയായി
പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് പറയാൻ കാരണം ഇന്നലെ ആനയെ പലതവണ ആനയുടെ പിന്നാലെ പോയി പലതവണ വെടിയുതിർക്കാനുള്ള മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയതാണ്. ഒരു തവണ മയക്കുവെടി വെക്കുകയും ചെയ്തിരുന്നു, പക്ഷെ അത് ആനയുടെ ദേഹത്ത് കൊണ്ടില്ല എന്നതാണ്. അടിക്കാട് തന്നെയാണ് പ്രധാന വെല്ലുവിളി. അതുപോലെ വലിയ വനമേഖലയാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊരു അക്രമകാരിയായ ആനയെ എത്തിക്കുക എന്നത് വലിയ കടമ്പ തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ പരമാവധി ചെയ്തിരുന്നു വനം വകുപ്പ് ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെയായി. പക്ഷേ ആനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അനുയോജ്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഇരുമ്പുപാലത്താണ് ആന. അവിടെ ഒരു സംഘം ആനയെ സ്പോട്ട് ചെയ്യുന്നതിനായി വനത്തിൽ ഇതിനകം തന്നെ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച ഒരു വിലയിരുത്തൽ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. ശരി രാഹുൽ.